ദാവീദിന്റെ കണ്ടെത്തൽ. ദാവീദ് പല മറിഞ്ഞിരുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തി. അത് യേശു ക്രിസ്തുവിൻ്റെ ജനനം, അതിൻ്റെ കൂടെ തന്നെ ആഴത്തിലായിരുന്ന പല മർമ്മങ്ങളെ മനസ്സിലാക്കി തന്നു. മാതാപിതാക്കൾ മുഖാന്തരമാ വളർച്ച ഉണ്ടാകുന്നത്. ചുറ്റുപാടിൽ നിന്നും നമ്മുടെ വളർച്ച ഉണ്ടാകാറുണ്ട്. അതോടൊപ്പം അധ്യാപകർ മുഖാന്തരം നമ്മുടെ വളർച്ച ഉണ്ടാകാറുണ്ട്. സാഹചര്യത്തിലും വളർച്ച, അതോടൊപ്പം മറ്റുള്ളവരുടെ ഉത്സാഹം മുഖാന്തരം നമ്മുടെ വളർച്ച ഉണ്ടാകാറുണ്ട്. അത് മുഖാന്തരം നമ്മൾ മുമ്പോട്ട് പോകാറുണ്ട്. അവരിൽ നിന്ന് നമ്മൾ പഠിക്കാറുണ്ട്. അങ്ങനെ ദാവൂദും വളർന്നത്. സാധാരണമായി നമ്മൾ മാതാപിതാക്കളിൽ നിന്ന് പഠിക്കും, മറ്റ് ബന്ധുക്കളിൽ നിന്ന്, അധ്യാപകരിൽ നിന്ന് നമ്മൾ പഠിക്കാറുണ്ട്. ശരി, നമ്മൾ നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ എന്നാ നമ്മൾ വീണ്ടും ജനനം പ്രാപിച്ചത്? ദൈവം നമുക്ക് ദാനം നൽകിയത് അതെന്തുവാ? പരിശുദ്ധാത്മാവ്. ദൈവമാ ആത്മാവിനെ തരുന്നത്. പരിശുദ്ധാത്മാവ് പലതും നമ്മളെ പഠിപ്പിക്കാറുണ്ട്. അത് വേറെയാ. ഇതുവരെ നമ്മൾ നമ്മുടെ ഇഷ്ടപ്രകാരം ജീവിച്ചു, രീതിക്കനുസരിച്ച് നമ്മൾ മാറിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വന്നിട്ട് നമ്മൾ ചെയ്ത യാത്രകൾ നമ്മുടെ കാഴ്ചപ്രകാരം അല്ല, നമ്മുടെ സാഹചര്യത്തിന് അനുസരിച്ചല്ല, കഴിഞ്ഞകാല ജീവിതപ്രകാരം അല്ല. അന്നേരം എങ്ങനെ? വിശ്വാസത്താൽ, വചനത്താൽ. ഇപ്രകാരം ദാവൂദിനോട് പറയുന്നുണ്ട്, നിന്റെ സന്തതിയിൽ നിന്ന് ഒരു സന്തതി നിശ്ചയമായിട്ടും ആ സ്ഥാനത്ത് വന്നിരിക്കും. അങ്ങനെ ദാവീദിന്റെ ഗോത്രത്തിൽ നിന്ന് യേശു കടന്നു വന്ന് ആ സ്ഥാനത്തിരുന്നു. ദാവീദ് അറിവുകാരേക്കാൾ കൂടുതൽ ദാവീദിന് അത് മനസ്സിലായി. ദൈവത്തിൻ്റെ കൂടെ വസിച്ചാൽ അത് നമുക്ക് ലഭിക്കും. എന്താ? അവരുടെ കൂടെയും ദൈവമുണ്ട്. അതങ്ങനെയാ. അറിവിൽ നിന്ന് അത് നമുക്ക് ലഭിക്കും. ദാവീദ് ദൈവത്തിൻ്റെ കൂടെ വസിച്ചതുകൊണ്ടാ അതെല്ലാം അവന് പ്രാപിച്ചെടുത്തത്. കൂടുതൽ സമയം ധ്യാനത്തോട് ആയിരുന്നാൽ നമുക്ക് അത് ലഭിക്കും. അത് പ്രാപിച്ചതുകൊണ്ടാ യേശുവിനെ കുറിച്ച് അവൻ പറഞ്ഞത്, യേശുവിൻ്റെ വസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞത്. അവനെ എന്തു ചെയ്യും? എങ്ങനെ മരണം സംഭവിക്കും? യേശുവിൻ്റെ മരണത്തിന് ശേഷം അവൻ എവിടായിരിക്കുമെന്ന് പ്രവചിച്ചു പറഞ്ഞു. അതിനുശേഷം എബ്രായർ 12 സംഭവിക്കുന്ന കാര്യവും ദാവീദ് പറഞ്ഞു. കൊലോസ്യർ 1:15 വായിക്കാം. അവൻ അദൃശ്യമായ ദൈവത്തിൻ്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദ്യജാതൻ ആകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങൾ ആകട്ടെ, കർത്തൃത്വം ആകട്ടെ, വാഴ്ചകൾ ആകട്ടെ, അധികാരങ്ങൾ ആകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ശരി, നോക്കിയാൽ എന്ത് മഹത്വമാണ് ദൈവം കാണിക്കുന്നത്? നമുക്ക് നോക്കാം. കൊലോസ്യർ 2:13-15 വരെ. അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ അവനോട് കൂടെ ജീവിപ്പിച്ചു. അതിക്രമങ്ങൾ ഒക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവും ആയിരുന്ന കയറത്ത് മായിച്ച് ക്രൂശിൽ തരിച്ചു, നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായി കാഴ്ചയാക്കി. നിങ്ങൾ കണ്ടോ? യേശു അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായി കാഴ്ചയാക്കി. അവൻ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായി കാഴ്ചയാക്കി. അതോടൊപ്പം ക്രൂശിൽ അവനോടുകൂടെ ജയോത്സവമായി അവരെ പരസ്യമായി കാഴ്ചയാക്കി. ഈ ഭൂമിയിൽ എല്ലാ ദാരിദ്ര്യത്തിലും രോഗത്തിന്മേൽ ജയം നേടി, എല്ലാ ബന്ധനത്തിൽ നിന്നും കഷ്ടത്തിൽ നിന്ന് ജയം നേടി. പല രീതിയിലുള്ള കഷ്ടങ്ങൾ കൊടുങ്കാറ്റായി നമ്മുടെ വിരോധമായിട്ട് വന്നപ്പോഴും അതിൽമേൽ ജയം നേടി. ക്രൂശ് മുഖാന്തരം സകലത്തിന്മേൽ ജയം നേടി. സങ്കീർത്തനം 18:35. നിന്റെ രക്ഷ എന്നെ പരിചയായി നീ എനിക്ക് തന്നിരിക്കുന്നു. നിന്റെ വലം കൈ എന്നെ താങ്ങി, നിന്റെ സൗമ്യത എന്നെ വലിയവനാക്കിയിരിക്കുന്നു. ഇംഗ്ലീഷിൽ ഇപ്രകാരം പറയുന്നു, Thy gentleness hath made me great. എൻ്റെ കൂടെ പറഞ്ഞാട്ട്, സൗമ്യത എനിക്ക് മഹത്വം തന്നു. മത്തായിൽ ഇപ്രകാരം പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വസിപ്പിക്കും. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ. അതെന്താ പൂർത്തീകരിക്കാത്തത്? നമുക്ക് നോക്കാം. മത്തായി 11:28. അധ്വാനിക്കുകയും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ. അതിന്റെ വ്യാഖ്യാനം 2 വാക്യത്തിൽ തന്നിട്ടുണ്ട്. ഞാൻ സൗമ്യതയുള്ളവനാണ്, കാരണം
ഞാൻ സൗമ്യതയുള്ളവനാ. നേരത്തെ ദാവീദ് എന്തുവാ പറഞ്ഞത്? ഞാൻ സൗമ്യത ഉള്ളവൻ. നോക്കാം സങ്കീർത്തനത്തിൽ പറയുന്നത്. സങ്കീർത്തനം 18:35. നോക്കാം ആ വാക്യത്തിലേക്ക്. നിന്റെ രക്ഷയെന്ന് പരിച നീ എനിക്ക് തന്നിരിക്കുന്നു, നിന്റെ വലങ്കൈ എന്നെ താങ്ങി, നിന്റെ സൗമ്യത എന്നെ വലിയവനാക്കിയിരിക്കുന്നു. എന്ത് തന്നു? മഹത്വം തന്നു. അവന്റെ സൗമ്യതയും താഴ്മയും അവനെ വലിയവനാക്കി. ദാവീദ് ഒരു ഇടയനാ. ആ ഇടയൻ രാജാവായി മാറി. അവന്റെ സൗമ്യത എന്നെ വലിയവനാക്കി മാറ്റും. അത് ദാവീദിന് മനസ്സിലായി. അവൻ വലിയ ദൈവമാ. ഈ വാക്യം നോക്കിയാട്ടെ. മത്തായി 11:29. ഞാൻ സൗമ്യതയും പിന്നെന്തുവാ? ഞാൻ താഴ്മയുള്ളവനാ. ആരെക്കുറിച്ചാ പറഞ്ഞിരിക്കുന്നത്? യേശുവിനെ കുറിച്ചാ. അവൻ സൗമ്യത ഉള്ളവനാ, താഴ്മയുള്ളവൻ. ഈ ഭൂമിയിൽ ഒരുവൻ മാത്രം സഹിക്കും. അതാരാ? യേശു. പല മാതാപിതാക്കൾ അവരുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് പറയാറുണ്ട്, ഇവനൊരു കഴിവുമില്ല, ഒരു ഇതുമില്ല. അവന്റെ പിതാവിനെ പോലെ അവൻ പഠിക്കത്തുമില്ല, ഒരു കഴിവുമില്ലാത്തവനാ. എന്നാൽ നമ്മുടെ ദൈവം അപ്രകാരമല്ല. അവന്റെ കൂടെ സൗമ്യതയോടെ നമ്മൾ ആയിരുന്നാൽ അവൻ നിന്നെ ഒരു വലിയ വ്യക്തിയാക്കി മാറ്റും. അവന്റെ സൗമ്യത എന്നെ വലിയവനാക്കി മാറ്റി. അവനെ അനുകരിക്കുന്നവരും അവനെ പോലെ ആകണം. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം ആരൊക്കെ അവനെ പോലെ സൗമ്യനായി തീരും, അവരെ ദൈവം വലിയവനാക്കും. സകലരും പറഞ്ഞാട്ട് ദാവീദിനെ യേശുവിൻ്റെ സൗമ്യത വലിയവനായി തീർക്കും. ദാവീദ് പറയുന്നുണ്ട്, അവന്റെ സൗമ്യത എന്നെ വലിയവനാക്കി മാറ്റി. ചിലർ ആ നിലവാരത്തിൽ വരുന്നു ഇന്ന്. ശരി, ഇവിടെ നോക്കിയാൽ ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാ. ഇത് രണ്ടും മാത്രം മതിയോ? എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. സകലരും പറഞ്ഞാട്ടെ നുകം. ഇവിടെ എന്തോ പറയുന്നത്? എന്റെ നുകം എടുക്കുവാൻ വേണ്ടിയാ അവിടെ പറയുന്നത്. അതിന്റെ അർത്ഥം ആരൊക്കെ സൗമ്യതയും താഴ്മയുള്ളവരാണ് അവരാ നുകത്തെ എടുക്കാറുണ്ട്. വിദ്യ ഒരു നുകമാ. സ്കൂളിൽ പോണോ അതോ ഇല്ലയോ? പോകണം. 7ാം ക്ലാസ് എങ്ങനെ പാസ്സായത്? എന്നും സ്കൂളിൽ പോയതുകൊണ്ട്. ഡിഗ്രി എങ്ങനെ പാസ്സായത്? എഞ്ചിനീയറിംഗ് എങ്ങനെ പാസ്സായത്? സകല ദിവസം പഠിക്കാറുണ്ട്. പരീക്ഷയ്ക്ക് മുമ്പ് പഠിച്ച് പാസ്സായി. അതിനെന്തോ പറയുന്നത്? നുകം. ഉത്തരവാദിത്വമാ നുകം. വിവാഹം നുഖമാ, പഠിത്തം നുഖമാ, അതോടൊപ്പം ജോലി നുഖമാ. അതുപോലെ തന്നെ രക്ഷയും നുഖം. നമ്മൾ വിചാരിച്ചു ഇതെല്ലാം ഒരു നുഖമാ. നമ്മൾ ഭയത്തോടായിരുന്നു. ഇവിടെ എന്തുവാ പറയുന്നത്? ഇവിടെ നോക്കിയാൽ അവൻ സൗമ്യതയും താഴ്മയുള്ളവനാ. പഠിക്കാറുണ്ട്, പാസ്സാകുമോ അതോ ഇല്ലയോ, അതോ തോറ്റുപോവോ? അതല്ല നുഖം. ദൈവം പറയുന്നത് ഈ നുഖം ആരെടുക്കുന്നോ അവരെ അവൻ വലിയവനാക്കും. അങ്ങനല്ലയോ? ദാവീദ് ഇപ്രകാരം പറയുന്നുണ്ട്. സൗമ്യത ദാവീദിനെ എപ്രകാരമുള്ള വ്യക്തിയാക്കി മാറ്റുന്നു? മഹാനാക്കി മാറ്റുന്നു. നിങ്ങളുടെ നുഖം കൊണ്ട് എൻ്റെ അടുത്ത് വരുവീൻ, എന്നിൽ നിന്ന് നിങ്ങൾ പഠിപ്പീൻ. അതുകൊണ്ട് ദാവീദ് 3 പ്രാവശ്യം ദൈവത്തോട് പ്രാർത്ഥിച്ചു, 7 പ്രാവശ്യം സ്തുതിച്ചു. പാതിരാത്രിക്ക് എണ്ണിക്കാറുണ്ട്. വെളുപ്പിനെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കും. അതെന്തുവാ? നുഖം. അവൻ മഹാരാജാവാ. ആ നുഖം മേളിലാകുമ്പോൾ പലരും പരാജയപ്പെടാറുണ്ട്. എന്നാൽ ദൈവം പറയുന്നു, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാ. എൻ്റെ മേൽ നുഖം വെച്ചാൽ ഞാൻ നിന്നെ വലുതാക്കും. ദാവീദിന് ദൈവത്തിന്റെ സന്നിധിയിൽ 3 പ്രാവശ്യം പോകാൻ എങ്ങനെ സമയം കിട്ടി? പല രാജാവും രാജ്യനും തിരക്കുള്ളവരാ. എന്നാൽ ദിവസവും 7 പ്രാവശ്യം അവന്റെ ആലയത്തിൽ, അതോടൊപ്പം രാജകൊട്ടാരത്തിൽ നിന്ന് എവിടെ കടന്നുപോയി? ദൈവത്തിന്റെ ആലയത്തിൽ. സ്തുതിയോട് പിന്നെ വന്നു, ആലയത്തിൽ വന്നു. ദിവസവും 7 പ്രാവശ്യം അവനെ സ്തുതിച്ചു. ഓരോ ദിവസവും 3.5 മണിക്കൂർ ദൈവത്തിന്റെ സന്നിധിയിലായിരുന്നു. ദിവസവും 3 പ്രാവശ്യം ദൈവവചനം പഠിച്ചു. 7ഉം 3ഉം 10 പ്രാവശ്യം. 10 പ്രാവശ്യം രാവിലെ തൊട്ട് വൈകിട്ട് വരെ 24 മണിക്കൂറിൽ 10 പ്രാവശ്യം ആലയത്തിൽ പോയി. മധ്യരാത്രിയിലും ദൈവത്തെ അവൻ സ്തുതിച്ചു. പിന്നെയും വന്നു. അവന്റെ ജീവിതത്തിലേക്ക് നോക്ക്. പറഞ്ഞാട്ട് നുഖം. അതിന്റെ അർത്ഥം ഇന്ന് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു. അവനെ പോലെ ആരെയുണ്ട്? ദിവസവും അവന്റെ മേൽ എത്ര നുഖം വെച്ചാലും നിന്റെ അകത്തുനിന്ന് എന്ത് വരും? മഹത്വം. ദാവീദ് അത് കണ്ടെത്തി. ഇംഗ്ലീഷിൽ പറയുന്നത് ഡിസ്കവറി ഓഫ് ഡേവിഡ്. ദാവീദ് എങ്ങനെ ഇടയന്റെ അവസ്ഥയിൽ നിന്ന് സൗമ്യത മുഖാന്തരം അവൻ രാജാവായി തീർന്നു. ദാനിയേലിന്റെ കാര്യം, അവൻ അടിമയായിരുന്നു, രാജാവിന്റെ മുമ്പിൽ രാജകുമാരനായി മാറി. എത്ര പേർക്ക് മനസ്സിലായി? നുകം. അവന്റെ സൗമ്യത
അവൻ്റെ താഴ്മ, ആ താഴ്മയോട് നമ്മൾ കേൾക്കുവാണെങ്കിൽ സകല ദൈവമക്കളും വലുതായിത്തീരും. മഹത്വം ധനം മാത്രമല്ല, ധനമുള്ളതല്ല ധനാട്ടിയൻ, വിദ്യാധനം. ഇവിടെ നോക്കിയാൽ നമ്മൾ അപ്രകാരം പഠിക്കുവാണെങ്കിൽ ജീവിതത്തിൽ എന്ത് ലഭിക്കും? ആശ്വാസം. എത്ര പേർക്ക് മനസ്സിലായി? ദാവീദ് ഇത് കണ്ടുപിടിച്ചു. നിരന്തരമായി ചെയ്യുന്ന പ്രവൃത്തി നിങ്ങൾക്ക് മാറ്റം വരുത്തും. എല്ലാവരും പറഞ്ഞാട്ടെ, ദൈവത്തിൻ്റെ വചനത്തെ പ്രാർത്ഥനാ വിഷയത്തിൽ സകല ദിവസവും സൗമ്യതയെ തന്നെ ആയിരുന്നു ആ നുഖത്തെ പിടിക്കണം. നുഖത്തിൽ നിന്ന് പഠിക്കുവിൻ, എൻ്റെ അകത്തുനിന്നും മഹത്വം വരും. എന്തുവാ മഹത്വം? നിങ്ങൾ കണ്ടോ? സകല വ്യക്തിയും ആ ഉയർച്ച ആഗ്രഹിക്കുന്നു. നോക്കിയാൽ എത്ര പേർക്കറിയാം ദൈവ മഹത്വമുള്ളതാ? ഒരു വലിയ വ്യക്തി ഉണ്ടാക്കുന്നു, അതോ ചെറിയ വ്യക്തികളെ, വലിയ വ്യക്തികളെ പണിയുന്നു? സകല വ്യക്തികളെയും ആ രീതിയിൽ അവൻ കാണുന്നത്. എപ്പോൾ തൊട്ട് നമ്മൾ സൗമ്യതയോട് നമ്മളെ ആ നുഖത്തിൽ ആക്കുമ്പോൾ, നിന്റെ ഉദ്യോഗത്തിൽ, നിന്റെ വ്യാപാരത്തിൽ, സകല കാര്യത്തിലും ഒരു മാതാവിനെ പിതാവിനെ പോലെ അന്നേരമാണ് നിന്റെ അകത്തുനിന്ന് വലിയ കാര്യം പുറത്തു വരുന്നത്. അങ്ങനെ ദാവീദിനെ പോലെ നീ അന്വേഷിച്ചാൽ, സൗമ്യതയുടെ നുഖത്തിന്റെ അധീനമായിരുന്നാൽ നിന്റെ അകത്തുനിന്ന് എന്ത് വരും? മഹത്വം. നസ്രനായി യേശുവേ, ദൈവമേ, ഞങ്ങൾക്ക് മുമ്പോട്ട് കടന്നു പോകുവാൻ സാധിക്കുന്നില്ല, ആ അവസ്ഥയിൽ തന്നെ ആയിരിക്കുന്നു. ഇന്ന് കേട്ട വചനപ്രകാരം ദാവീദ് അന്വേഷിച്ചത് ആ വലിയ ധനം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആ സൗമ്യത എന്നെ വലിയതാക്കി. ദിവസവും കഴിക്കുവാൻ ഒന്നുമില്ലാതെ രോഗത്തോട്, ഭാരത്തോട്, പാപത്തിന്റെ അടിമയായി തീർന്നു. നിന്നയോട് ഞാൻ ജീവിക്കുന്നു, അതിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരണമേ. ഈ ശരീരത്തിൽ നിന്ന് മഹത്വം ഇറക്കി നിന്റെ നാമത്തിൽ മഹത്വം കൊണ്ടുവരുവാൻ കൃപ പകർന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നസ്രനായ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന ചോദിക്കുന്നു. ആമേൻ.